വയനാട് അട്ടമലയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് ആ സംഭവം. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, ദിവസങ്ങൾ ഓരോന്ന് കഴിയും തോറും ഓരോ ജീവൻ പല ഭാഗങ്ങളിലായി സംസ്ഥാനത്ത് നഷ്ടമാകുന്നു. ഏറ്റവും ഒടുവിലത്തെ ഇരയായി ബാലൻ. രുചിഷ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് മൃതദേഹമടക്കം കണ്ടെത്തിയത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളടക്കം പുരോഗമിക്കുകയാണ്. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ നിൽക്കുന്ന സ്ഥലത്താണ്, ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈ ബാലനെ കാട്ടാനെ ആക്രമിച്ചത്. രാത്രിയിൽ ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് കാട്ടാന ആക്രമിച്ചു എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇവരെല്ലാം ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമലയിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമല പള്ളിക്ക് സമീപം എസ്റ്റേറ്റ് കോട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു. ഈ എസ്റ്റേറ്റ് കോട്ടേഴ്സിലേക്ക് ഇവിടുന്ന് പല വഴികളിലൂടെ, നമുക്കറിയാം നല്ല തേയിലത്തോട്ടമായതുകൊണ്ട് തന്നെ പല വഴികളിലൂടെ ഇവരുടെ വീട്ടിലേക്ക് എത്താവുന്നതാണ്. പക്ഷേ ഇന്നലെ രാത്രി പോയത് ഈ ഭാഗത്തു കൂടെയായിരുന്നു. ആ ഭാഗത്ത് വെച്ചാണ് ഇന്നലെ രാത്രി ഒരു കാട്ടാന ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ജനപ്രതിനിധികൾ നിരവധി പേർ എത്തിയിട്ടുണ്ട്. നമ്മൾ ചില ആൾക്കോട് ചോദിക്കാം, എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലേ? ഹലോ, ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്താണ്, രാത്രി എങ്ങാനാണ് തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെ ഇയാൾ അപ്പുറത്തെ ഈ വീട് ഇവിടെ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അവർ പിന്നെ 5 നമ്പർ ആനക്കുഞ്ചി മൂലയിലാണ് അവർ അടുത്ത് താമസിക്കുന്ന സ്ഥലം, നിലവിലുണ്ടായ സ്ഥലം. അങ്ങോട്ടേക്ക് പോയതാണെന്നാണ് അവരാൾക്കാർ പറഞ്ഞത്. പോകുന്ന വഴിക്ക് ആന കയറി ചവിട്ടിയതാണ് എന്നാണ് അവരും. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം പുലർച്ചയ്ക്കാണ് ഇവർ രാവിലെ 7:30 മണിക്കാണ് ഇത് കാണുന്നത്. രാവിലെ അവർ വന്ന് കാണുന്നത്. പക്ഷെ 3 മണിക്കാണ് അവർ പോയി എന്നാണ് ആൾക്കാർ പറഞ്ഞത്. പുലർച്ചയ്ക്ക് 3 മണിക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയതാണോ അതോ മറ്റേ? പുലർച്ചെ 3 മണിക്ക് അടുത്ത വീട്ടിലോട്ട് പോയതാ. 3 മണിക്ക് പുലർച്ചയ്ക്കാണ് പോയത്. പുലർച്ചയ്ക്കാണ് പോയത്. ഇത് സ്ഥിരമായി കാട്ടാന ശല്യം ഉണ്ടാകുന്ന സ്ഥലമാണോ? കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. അട്ടമല ഈ ആനക്കുഞ്ചിമൂല എന്ന് ഈ സ്ഥലത്തിന് പേര് വരാൻ തന്നെ കാരണം എല്ലാ സമയത്തും ആന ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. ഈ നിലമ്പൂർ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൻ്റെ അപ്പുറത്തൊരു പുഴയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂർ ഫോറസ്റ്റാണ്. അതിൽ ആന മാത്രമല്ല വന്യമൃഗങ്ങളെല്ലാം ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ ഭാഗവും പിന്നെ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ ഒരു പരിചിതമായിട്ടുള്ള ഒരു വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരതാമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർക്ക് ആന ഉണ്ട് എന്നുള്ള ഭയമൊന്നും ഇവർക്കില്ല. ഇവർക്ക് പകലും രാത്രിയൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ ഈ കോളനിയിൽ താമസിക്കുന്ന ഭാഗത്ത് ഇവർ നിൽക്കുന്നത് കണ്ടിട്ട് പലരും അവരെ മാറ്റി വിളിച്ചാൽ തന്നെ അവർ പോകാറില്ല. കാരണം അവർക്കിവിടെ അത്രയും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണിത്. അപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ കുറച്ച് കാലം ഈ പാടിയിൽ ഇവരെ കൊടുന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, എസ്റ്റേറ്റിൻ്റെ കോട്ടേഴ്സിൽ. അപ്പോൾ കുറേ കുടുംബം കോട്ടേഴ്സിൽ താമസിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇന്നാലും തിരിച്ച് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇന്നലെ രാത്രി സംഭവിച്ചത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടിയിലുള്ള ആളുകളെ കാണാൻ വേണ്ടിയിട്ട് അയാൾ പുലർച്ചയ്ക്ക് കോളനിയിൽ നിന്ന് ഇതുവഴി കയറി വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ എങ്ങനെ യാദൃച്ഛികമായിട്ടാണ് എൻ്റെ മുന്നിൽ പെട്ടുപോയതാണ്. അതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ രാത്രി വൈകിട്ടോട് കൂടി ഇറങ്ങിയെന്ന് പറയുന്നു. രാത്രി ഇറങ്ങി ഇതാണ് സംഭവം സംഭവിച്ചത്. ഇപ്പോൾ നിരവധി ആൾക്കാർ, ഇവരുടെ കുടുംബാംഗങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഈ ഒരു ദാരുണം അറിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തേയിലത്തോട്ടമായതിൽ തന്നെ പല വഴികളിലൂടെ ഇവർക്ക് വീട്ടിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജനപ്രതിനിധികൾ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്തായാലും ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടേക്ക് നിലവിൽ എത്തിയിട്ടൊരു സാഹചര്യമുണ്ട്. ആഷിക്ക്, ബന്ധുക്കൾ എന്താണ് സ്ഥിരമായി ഈ ബാലൻ ഈ ജോലിക്കായി പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ബന്ധുക്കൾ എന്താണ് അറിയിക്കുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്? നമ്മളാ കണ്ടത് പന്നിക്ക് പറഞ്ഞു കൊടുത്തു. രാവിലെ എപ്പോഴാ വീട്ടിൽ നിന്ന് പോയത്? രാത്രി താഴെ വെച്ച് ഇവിടേക്ക് നമ്മളെ നോക്കാൻ വന്നു. എന്നിട്ട് നമ്മൾ അവിടെ വന്നിട്ടില്ല. ഇവിടെ വന്ന് നോക്കുമ്പോ ആള് ഇവിടെയാ. വീട്ടിൽ നിന്ന് എപ്പോഴാ പോയത് ഇയാളോ? രാത്രി വന്നു നമ്മളെ നോക്കാൻ. എന്നിട്ട് പറഞ്ഞു അവിടെ വന്നിട്ടേ ഇല്ല. അവിടെ വന്നിട്ടില്ല, വീട്ടിൽ വന്നിട്ടില്ല. ഇല്ല. ഇവയ്ക്കാളോ താഴെ കോളങ്ങിരി വെച്ച് കോളങ്ങിരി വെച്ച് വന്നു. താഴെ കരണ്ടില്ല, വെളിച്ചാങ്ങില്ല. ഇവിടെ മാത്രമേ വെളിച്ചാണ്ടു. വേറെ മറ്റില്ല. ഇന്ന് മാത്രമേ ആങ്ങി ഇറങ്ങി. എവിടേക്കാ പോയത് ബാലൻ? അവിടെ താഴെ വെച്ച് വന്നപ്പ
നമ്മളെ നോക്കാൻ വന്നിരുന്നു. എന്നിട്ട് അവിടേക്ക് വാലിയേട്ടൻ വന്നിട്ടേ ഇല്ല, അവിടേക്ക് വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ രാവിലേക്കാണ്ട് കുട്ടികളും വന്നിട്ട് ഈ റോട്ട് കൂടി നോക്കി വന്നപ്പോ ഇങ്ങോട്ട് നോക്കുമ്പോ ഈ ഭാഗത്തായിരുന്നു. സ്ഥിരമായി വീട്ടിലേക്ക് പോകുന്ന സ്ഥലമാണത്? ആ, അത് നമ്മളെ നോക്കാൻ വന്നപ്പാ അങ്ങനെ ആയതാ. എവിടേക്കാ പോയതെന്നറിയാവോ രാത്രി? നമ്മൾ എങ്ങനെ അറിയും? നമ്മൾ അവിടെ അല്ലേ പാടിരി. എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലേ? പറഞ്ഞില്ല. എപ്പോഴാ അത് കാണുന്നത്? എന്തായാലും കുടുംബാംഗങ്ങളുടെ പ്രതികരണമാണ് രുചിഷ് നമ്മൾ കേൾക്കുന്നത്. വൈകിട്ടോട് കൂടി പോയി എവിടേക്കാണ് പോയതെന്ന് കുടുംബാംഗങ്ങളോടും പറഞ്ഞിട്ടില്ല. എന്തായാലും രാവിലെ ഇവരടക്കം വന്ന സമയത്താണ് ഈ ഒരു പ്രദേശത്ത് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയുന്ന പോലെ തേയിലത്തോട്ടമാണ്. ഇവർക്ക് ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇവർക്ക് ഇവിടെ സമീപത്തുള്ള ഒരു പള്ളിയുടെ സമീപത്തായിട്ട് ക്വാർട്ടേഴ്സിൽ ഇവർക്ക് താമസ സൗകര്യം അനുവദിച്ചിരുന്നു. അവിടേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ദാരുണ സംഭവമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നൂൽപ്പുഴയിൽ ഒരു ആക്രമണം ഉണ്ടായതിനും പിന്നാലെ വീണ്ടും വയനാട്ടിൽ ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു. അതിൽ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് നമ്മളോട് ചേരുന്നുണ്ട്. റഫീഖ, കഴിഞ്ഞ ദിവസം ഒരു നൂൽപ്പുഴയിൽ ഒരാൾ ജീവൻ നഷ്ടപ്പെട്ടു, വീണ്ടും അതിന് പിന്നാലെ ഒരു ജീവൻ നഷ്ടപ്പെടുകയാണ്. വന്യജീവി ആക്രമണം വലിയ രീതിയിൽ കൂടുന്ന വയനാട്ടിനെ നമ്മളൊരു പാക്കേജൊക്കെ പറഞ്ഞൊന്നും അംഗീകരിച്ചിട്ടില്ല. എന്താണ് നിലവിലെ അവസ്ഥ മനസ്സിലാക്കിയത്? വളരെ സങ്കടകരമായ സംഭവങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്. 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം അനിവാര്യമായിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ മുതലേ ആവശ്യപ്പെടുന്നതാണ്. ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് ഏറ്റവും പ്രധാനം 972 നിയമത്തിലെ ഭേദഗതിയാണ്. ഇതിനെ നിയന്ത്രിക്കണം. ഒരുപാട് എണ്ണം കൂടുകയാണ്. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തുകയും നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും പറ്റണം. കേന്ദ്ര ഗവൺമെന്റിനോട് എത്രയോ തവണ കേരളത്തിലെ സർക്കാർ വയനാട് അട്ടമലയിലെ കാട്ടാൻ ആക്രമണത്തിലാണ് ഇപ്പോൾ ഒരാൾ കൂടി ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടായ കാട്ടാൻ ആക്രമണങ്ങളിൽ മരിക്കുന്ന 4ാമത്തെ ആളാണ് അട്ടമലയിലെ ബാലൻ. വിവരങ്ങൾ നൽകിയായിരുന്നു ആഷിഖ് റഹ്മാൻ.